നമ്മളിവിടെ വരുന്ന വഴിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സാഫ്രോൺ വാങ്ങി കുറെ സാധനം വാങ്ങി. ഇപ്പൊ കണ്ടത് ഇവിടെ വന്ന് കുറെ മലയാളീസ് ആയിരുന്നു. അപ്പൊ അവർക്ക് ഉപദേശമൊക്കെ തന്നു എന്തൊക്കെ വാങ്ങണം, എങ്ങനെ നോക്കി വാങ്ങണം. സന്ദേശം വീട്ടിൽ വിളിച്ച് അച്ഛനോട് വേണ്ടി ചോദിക്കാം എന്തൊക്കെ വാങ്ങണമെന്ന്. അവന്മാരുടെ ഡിസ്കഷനില്ല എന്ത് വാങ്ങണം. കുറെ എന്തോ ഡ്രൈ ഫ്രൂട്ട്സും സാധനമൊക്കെ വാങ്ങി. സാഫ്രോൺ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒറിജിനലും കിട്ടും. അപ്പൊ ഏതാന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് വാങ്ങണം. ഭയങ്കര വിലയാണ്. ചെറിയ 100 ഗ്രാമിന് 300 രൂപ. മറ്റാനവിടെ നിന്ന് തള്ളുന്നുണ്ട്. ഭയങ്കര വിശ്വസിച്ചാൽ മതി. ഭയങ്കര റേറ്റ് കുറെ ഡിസ്കൗണ്ട് തന്നു കേട്ടോ. പിന്നെ ഒരു ലിമിറ്റ് അവന്മാരെ നിൽക്കുന്നുള്ളൂ, അല്ലാതെ അവന്മാർ തരില്ല എന്ന് പറഞ്ഞു. അപ്പം ചില സാഫ്രോൺ എനിക്ക് ഒറിജിനൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി വെള്ളത്തിലൊക്കെ ഇട്ട്. അപ്പം ഒറിജിനൽ തോന്നുന്നു. അപ്പൊ അത് വാങ്ങി 2-3 പിന്നെ കുറെ ഡ്രൈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങി. അവന്മാരവിടെ ബാർഗൈൻ ചെയ്തോണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും കുറയോ നോക്കാൻ. അപ്പൊ നമ്മളവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി. हमारा गाड़ी का ड्राइवर बस बड़ी ब्लॉगर नाम राहेल मोहम्मद राहेल ബസ് ബഡി ബസ് ബ്രോ. അപ്പോൾ അമ്മമാർ സാധനമൊക്കെ വാങ്ങി നമുക്കിനി ഇറങ്ങാം. അപ്പോൾ തന്നെ ലേറ്റ് ആയി ഒരുപാട്. ഞാൻ ജയമമ്മിക്ക് ഒരു സബ്സ്ക്രൈബർ ഒപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ചേട്ടനെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ കാണുമ്പം എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ സാധനമൊക്കെ വാങ്ങി അച്ഛൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ചാനൽ ചേട്ടനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് എനിക്ക് തന്നെ ഒരു മടിയായിരുന്നു പുള്ളിയെ കാണിക്കാൻ. പക്ഷേ ഞാൻ കാണിച്ചു. എനിക്ക് സപ്പോർട്ട് തരിക എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ ആൾക്കാരെ കൂടത്തുള്ളൂ. അത് പോട്ടെ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിച്ചു. 5000 സംതിങ് എത്രയായി എല്ലാം കൂടെ. പിന്നെ ഒന്നുമില്ല. ഇനി ഇതെല്ലാം നോക്കണം എത്രമാത്രം നമ്മളെ പറ്റിച്ചു നമുക്കറിയത്തില്ല. എന്നാലും പിന്നെ ഇനിയിപ്പോൾ എപ്പോൾ വാങ്ങാൻ പോകുമെന്ന് അറിയില്ല. എന്തായാലും സാധനമൊക്കെ വാങ്ങണല്ലോ വീട്ടിലേക്കൊക്കെ, അതുകൊണ്ട് വാങ്ങിയതാ. നമ്മൾ പഹൽഗാം പോകുന്ന റൂട്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് നിർത്തിയതാ വണ്ടി. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ട സൂപ്പർ. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാര്യമുണ്ട്. അമ്മയോട് ഫോട്ടോ എടുക്കുന്നത്. അരുവി നിൽക്കുന്നത് അടിപൊളിയായിരുന്നു. ഏതാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നല്ല കണ്ട മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ പഹൽഗാം എത്തി. ഇവിടുത്തെ തിരക്കുണ്ടോ? ഇനി ഇവിടുന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊന്ന് വേറെ വണ്ടി എടുക്കണമെന്ന് തോന്നുന്നു. പോണേല് ഉള്ളിലേക്ക് പോണേല് ആ ഒരു ഏരിയയിലേക്കൊക്കെ പോണേല് അങ്ങ് ഉള്ളിലേക്ക്. അപ്പോൾ അതിന് നോക്കി നമ്മൾ പോവാണ്. ഇതാണ് ഇവിടുത്തെ റേറ്റൊക്കെ. എന്തോ ബൈസാരൻ ഗബ്ബിയാൻ കാശ്മീർ വാലി 2420, പിന്നെ പഹൽഗാം വാലി 800, വാട്ടർഫാൾ 800, ഓൾഡ് സിക്കർ 1700, പെർ അവർ മണിക്കൂറിന് 500, കുതിര. ഇതൊക്കെയാണ്. നമുക്ക് അറിഞ്ഞൂടാ ഏതെടുക്കുമെന്ന് നോക്കാം. ഞാൻ നിൽക്കുന്ന അവസ്ഥ ഏതാ നിങ്ങൾക്കറിയാമോ? ഇവിടെ ഒന്നറിയാമോ? ഇത് കണ്ടോ? എൻ്റെ കാലിൻ്റെ കീഴേല് കുതിരയാ. എൻ്റെ പൊന്നെ, എൻ്റെ അമ്മോ, ഞങ്ങളിപ്പോൾ ചാവ്. ഫോട്ടോ എടുക്കാൻ നേരമില്ലടാ. അയ്യോ, എന്തിനും എടുക്കാം. ആണ്ടേ ഇത് കാലം വീഴും. അയ്യോ, ഇതിങ്ങനെയുണ്ടല്ലോ. ഓ, വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. ഓ, ഇതെങ്ങനെ വേറെ വഴിക്കോടിയാ? എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യാ, ഇതിന്റെ ഗിയറൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് അപ്പുറത്തേതിന്റെ പുറകെ പോയി തോണ്ടുന്നു, അപ്പുറത്തേതിന്റെ കാലേ പോയി ചൊറിയുന്നു. എന്റെ പൊന്നോ,
അതെ വണ്ടി പോകുന്നത് ഇവന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കറിഞ്ഞൂടാ. ഒരുത്തരം അവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കണം പട്ടി സന്ദേശേ അവനവിടെ അവന് പറയാൻ അറിയാലോ, നമുക്കറിയത്തില്ല, നമുക്ക് ആറാം മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങളെന്തായാലും ശ്രീത്ത ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് പേടിയില്ല. അവനെല്ലാം നോക്കിക്കോളും തോന്നുന്നു. അവൻ ആദ്യം കുതിരയുടെ കയറെ പിടിച്ച് വലിച്ച് കുതിര അങ്ങ് പോയി. ആര് പറഞ്ഞ് കയറെ പിടിച്ച് വലിക്കരുത് വിടാൻ. എന്റെ പൊന്നെ ഓ ആ കയറ് താഴെ പോയോ? പക്ഷെ എന്റെ കയറൊക്കെ താഴെയാണല്ലോ. ഓ അങ്ങനെ ഓക്കെ. ഇത് ഇവിടെ പല റേറ്റ് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഇവന്മാർക്ക് മലയാളം വല്ല പറയുമെങ്കിൽ എന്നെ ഇവന്മാർ കുതിരയായിട്ട് ഓടിക്കും. എനിക്ക് ഒന്നാമത് പേടിയോ, നീ റോഡ് ഉണ്ടോ പോന്നെ? എന്റെ പൊന്നോ, ഓ എക്സ്ട്രീം ഓഫ് റോഡ്. ഞാനിങ്ങനെ ഇരിക്കുന്നേ, വൃത്തിയായിട്ട് നിങ്ങളെ കുളിപ്പിക്കത്തും ഇല്ല. ഇല്ലേ എടാ, എന്റേത് ശ്വാസം വലിക്കുന്നത് എനിക്ക് കേക്കാടാ. ഞാൻ വലിക്കുന്നേ. അയ്യോ അമ്മോ, അങ്ങനൊന്നും ചെയ്യല്ലേ. 1 മണിക്കൂർ. എന്റെ പൊന്നെ, ഈ പണ്ടാറ് ഇയാള് ബാക്കി നേണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നേ. ചേട്ടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പൊളി, വൻ പൊളി. അയ്യോ കാല് അയ്യോ ചേട്ടൻ്റെത് എന്റെ പൊന്നെ ഞാൻ പറയുന്നില്ലെന്ന്. അയ്യോ ഇവന്മാർക്കൊരു നമുക്ക് ലാംഗ്വേജ് അറിയാത്ത മെയിൻ പ്രശ്നം കേട്ടോ, പെട്ടുപോകും. അയ്യോ വഴിയുണ്ടല്ലോ. ആണ്ടേ ഇത് ഏതോ വലിയൊരു ഓഫ് റോഡ് കയറി കേട്ടോ. എന്റെ പൊന്ന് എടാ ഒച്ചക്കല്ലെന്ന് പേടിക്കുന്നു. എന്റെ പൊന്നെ എനിക്ക് വയ്യ, എനിക്ക് ഇറങ്ങിപ്പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് പേടിയാവുന്നേ. അയ്യോ എല്ലാരും ചിരിച്ചിരിക്കും, എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നേ. പോകുന്ന റോഡ് കണ്ടോ, മനുഷ്യന്മാര് വലുതുവഴി പോവില്ലെന്ന് തോന്നുന്നു. ചെല്ലുമ്പോഴെങ്കിലും നല്ലായിരുന്നാ മതിയായിരുന്നു. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് പാട്ട് വെക്കുന്നതിന്റെ സെറ്റപ്പ്. റിയ ചേട്ടൻ എന്താ അതുവഴി പോന്നേ? ചേട്ടൻ മാത്രം ഓരോ വഴിക്ക് പോകും, നമ്മളല്ല ഈ വഴി പോകുന്ന. മനസ്സിലായോ? ട്രാക്ക് മറന്ന് മനസ്സിലായി അല്ലേ? റിയ ചേട്ടന് ഇഷ്ടപ്പെട്ടു, എന്തായാലും സംഭവമായിരിക്കും. ആരോടാടാ? എടാ നീ കയറെ പിടിച്ച് വലിക്കല്ലേ, അതിന്റെ കൺട്രോള് ഹോഴ്സ് പവർ എടുക്കുന്നത്. ഉടായിപ്പോട്ടാ ചെന്ന് ഞാൻ പറയാം കാര്യങ്ങൾ എങ്ങനെയാന്ന്. നീ ചിരിച്ചോണ്ടിരിക്കട്ടാ, നിനക്കാകെ ഹിന്ദി അറിയത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഓരോന്ന് നിന്നോട് ചോദിക്കുന്നു, കാലിന്റെ പേര്, കൈയുടെ പേര്. കുതിരയുടെ മണ്ടയിരിക്കുന്ന അല്ലാതെ 7 സീറ്റർ. ഓക്കെ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എന്നെ പിടിക്കാതെ നിന്നെ പിടിക്കടാ. അവൻ എന്റെ അപ്പുറത്തെ കുതിര പിടിച്ചേക്കുന്നത്. കൊണ്ട് പോന്ന് അടി ഉണ്ടാക്കുന്നു. അയ്യോ എന്റെ പൊന്നോ, അയ്യോ നിനക്കെന്നാ ഒരു സ്പീഡ് കാണുന്നു. പയ്യ അയ്യോ ആടെ വന്നു. അയ്യോ എന്റെ പൊന്നോ, സ്പീഡിനെ പറ്റി പിന്നെ ഇടിക്കും ഞാൻ. അതെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആള് വരുന്നത്. കാശ്മീർ വാലി, ഇതാണ് കാശ്മീർ വാലി എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പൊന്നെ, ഇത്ര ഉള്ളായിരുന്നല്ലേ? അല്ല ഇതിവിടുന്ന് കണ്ടാൽ മതി, എത്ര ഉള്ളോ? ഈ കുതിരപ്പുറത്ത് മണ്ടാരടക്കാനായിരുന്നു.
നീ എവിടെ പോവാടാ? ഓ ഓ എന്റെ പൊന്നെ, പറയാം ഞാൻ കാര്യങ്ങളൊക്കെ. ഒന്ന് ചെല്ലട്ടെ. അയ്യോ, ഇപ്പൊ എത്തും, നമ്മള് ഇപ്പൊ എത്തും. എന്റെ പൊന്നെ, എത്തി. ഈ വൃത്തിയേട്ടന്മാർക്കുണ്ടല്ലോ, ഇതുണ്ടോ ഞാൻ വരുന്ന വഴിക്ക് കാല് മുറിഞ്ഞു. ഒരു മാർക്ക് മാനേഴ്സും ഇല്ല. നമ്മൾ എത്ര കിടന്ന് കറിയാലും ഉമ്മര് മൈൻഡ് ചെയ്യത്തില്ല. കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ വേറെ ഓപ്ഷൻ ഇല്ല. അല്ല നമുക്ക് അവിടെ ചെല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും എത്തി. ദൈവാധീനത്തിന് ഒരു പ്രശ്നമില്ലാതെ. ഇനി തിരിച്ചു പോകണം. അതാ അതിനിടയ്ക്ക് റിജോ ചേട്ടൻ വീണു, അർഷാദ് വീണു. എന്നിട്ട് ഒരു കുതിര ചത്ത് കിടക്കുന്നു. ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അത് കഷ്ടം നോക്കി അവന്മാർ പറയാണ് നടക്കുമ്പോൾ എന്തോ സൈഡിൽ കൂടെ വേണമെന്ന്. നമുക്ക് പേടിയാവും. ഈ ചെറിയ മണ്ണിൽ കൂടെ ഒക്കെ ചവിട്ടി പോകുമ്പോഴത്തേനും കാല് തന്നെ താഴെ പോലൊക്കെ നമ്മൾ ആലോചിക്കും. അയ്യോ, എൻ്റെ ഇവിടെ അടുത്ത ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വൃത്തികെട്ട പരിപാടി. നമ്മളൊക്കെ ഡയലോഗ് അടിക്കാൻ പറയും, മറ്റേ ബെസ്റ്റ് വ്യൂ കംസ് ആഫ്റ്റർ ദ ഹാർഡസ്റ്റ് ക്ലൈംബ്. ഇത് ഹാർഡസ്റ്റ് ക്ലൈംബ് തേങ്ങയൊന്നും അതിനപ്പുറമാണ്. അതായത് ഇവന്മാരെ കുതിരയൊക്കെ ദ്രോഹിക്കും അതേപോലെ ഭയങ്കരമായിട്ട്. ആ ചവിട്ട് ഇടിയൊക്കെ കൊടുക്കുന്നതേ. അയ്യോ കഷ്ടം. ആൾക്കാർക്ക് നമുക്ക് പേടിയാണ്. നമ്മൾ ആദ്യമായിട്ടല്ല കയറുന്നേ. എന്താ ചെയ്യാന്ന് പറ. ഇനി അകത്ത് കയറി നോക്കട്ടെ. കേട്ടോ ചേട്ടൻ്റെ മേത്ത് തെറിച്ച് ചെളിയാ ഇത് നടന്നിട്ട്. വീണ്ടാണോ? അല്ലല്ലോ, വീണ്ടല്ല, ഫ്രണ്ടിൽ കുതിര നടന്നപ്പോഴല്ലേ ചെളി കൂടെ. ഈ പോകുന്ന വഴിക്ക് മൊത്തം ചെളിയാണേ. അപ്പൊ മൊത്തം തെറിക്കും. ബാക്കിൽ ഇരിക്കുന്നവരുടെ ദേഹത്ത് തെറിക്കും. അതെ എന്നാ പറയുന്നത്. ആ കയറാം കയറാം. അകത്ത് 35 രൂപ ടിക്കറ്റ് ഇവിടെ. അതും കൂടെ അകത്ത് കയറി. അങ്ങനെ മൊത്തം ഇടായി പാട്ടോ. ഇവര് ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ നമ്മൾ താഴെ നിന്ന് കയറിയത് 9 സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവന്മാര് ഫുൾ എല്ലാം കാണിക്കാന്ന് പറഞ്ഞ് കയറി. ഞാനൊരു മുമ്പേ കാണിച്ചില്ലേ 9 സ്ഥലം. അമ്മ റേറ്റ് 4000 രൂപ. അപ്പോൾ നമ്മൾ ബാർഗൈൻ ചെയ്തത് 2000 ആക്കി. 2500 വരെ ആക്കി. എന്നിട്ട് പിന്നെ അത് 2000 കിട്ടി. കുറേ പറഞ്ഞ അവസാനം കിട്ടി. അമ്മ ഒരു നിലയ്ക്ക് അടുക്കത്തില്ലായിരുന്നു. അത് നമ്മളൊന്ന് ഒരു മലയാളി ടീമിനെ കണ്ടേ. അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു 800 രൂപയ്ക്കാണ് വന്നതെന്ന്. അവർ 200 സ്റ്റാർട്ട് ചെയ്ത് ബാർഗൈൻ ചെയ്യാൻ. അപ്പോൾ ഇവന്മാർക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒറ്റ സ്പോട്ടേ ഉള്ളൂ നമുക്ക് കാണാൻ. ഇവിടെ വരാൻ വേണ്ടി ഇവന്മാര് ചുമ്മാ പൈസ വയ്ക്കുന്നത്. അതും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കുതിരയുടെ മണ്ടേ വലിഞ്ഞ് കയറി കാലെല്ലാം ഇടിച്ച് കയറണം. അപ്പോൾ വരുന്നവർ ഏറ്റവും കുറച്ച് ബാർഗൈൻ ചെയ്യുക. ഒരു ചിലവുമില്ല ഇവന്മാർക്ക്. വേറെ ഈ ബാക്കി സ്പോട്ടൊന്നും ഇവന്മാരെ ഇറക്കത്തുമില്ല. ജസ്റ്റ് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ വരാൻ വേണ്ടി മാത്രം. ഇതാണ് ഫൈനൽ സ്പോട്ട്. നമ്മൾ നൂഡിൽസ് പറഞ്ഞു. മാഗി, പ്ലെയിൻ മാഗി 60 രൂപ. എന്താണ് 60 രൂപയുടെ ക്വാണ്ടിറ്റി നിൽക്കണം. 60 രൂപയുടെ ക്വാണ്ടിറ്റി 60 രൂപ ഇത്രയൊക്കെ ഉണ്ട്. അവിടെയും നമ്മളെ തെച്ചു. സാരമില്ല, വിശപ്പിനല്ലേ. എല്ലാ വൃത്തിയേട്ടന്മാരും ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഇങ്ങനെ കുറേ പ്രശ്നം ഉണ്ടെന്നും ആരും ഇതുവരെ പറഞ്ഞില്ല. ഞങ്ങൾ കുറേ വീഡിയോ കണ്ടിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി വരുന്നവരെങ്കിലും ശ്രദ്ധിക്കുക. മാക്സിമം പറയുകയും ചെയ്യുക. ഇതിനൊന്നും ഒരു റേറ്റും ഇല്ല. പിന്നെ ഈ നിങ്ങൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന സ്ഥലം കാണാൻ വരുവാണെങ്കിൽ ആ ലൊക്കേഷൻ മാത്രം എടുക്കുക. അവിടെ അവർ പടത്തിൽ കുറേ എണ്ണം കാണിക്കും. അവിടെ ഒന്നും കൊണ്ടുപോകത്തില്ല. പോകുന്ന വഴിക്കത്തെ കുറച്ച് സ്പോർട്സ് അതൊക്കെ എന്തായാലും വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. അവന്മാർ പറയത്തില്ലെന്നേ ഉള്ളൂ. 4000 രൂപയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട് പെർ ഹെഡ് ഇത്ര ദൂരം വരാൻ. അപ്പം അത് നോക്കണ്ട. എന്തായാലും ഏറ്റവും കൂടുതൽ ചെറുതായിട്ട് പറയുക 500 രൂപ തൊട്ട് വേണമെങ്കിൽ കിട്ടും ആവശ്യം വന്നാൽ. ഓക്കെ. അങ്ങനെ ഇവിടെ എത്തി. ഇനി അപ്പുറത്തുണ്ടെന്നാ കേട്ടോ പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് തിരിച്ചു പോയാലും അറിയത്തുള്ളൂ. എനിക്ക് ആ കുതിരയുടെ മേത്ത് കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഇവിടെ വരാൻ തോന്നൂല. പക്ഷെ സ്ഥലം കൊള്ളാം. അത്യാവശ്യം തണുപ്പുണ്ട്, വെയിലുണ്ട്, തണുപ്പുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു കുപ്പി ഇരിപ്പുണ്ട്. അവിടെ കളയാൻ വേണ്ടി വന്ന അവിടെ വേസ്റ്റ് ബോക്സ്. കഴിഞ്ഞു. നമുക്ക് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഉണ്ടോ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നത്? നമുക്കും അങ്ങനെ എടുക്കാം. നല്ല പൈസ ചോദിക്കും. പിന്നെ ഇവന്മാര് മുയൽ, ആട്, 2 ടൈപ്പ്, ചെറിയ ആട്, വലിയ ചെമ്മരിയാട്, വലുതല്ല മീഡിയം, ഇതിനൊക്കെ പിടിച്ചുകൊണ്ടും തോളത്തിരുത്തിക്കൊണ്ടൊക്കെ ഫോട്ടോ എടുക്കും. എല്ലാത്തിനും പൈസ നല്ലപോലെ ചോദിക്കും. ഒരു കാര്യമില്ലേലും. പക്ഷെ നമ്മുടെ കുതിരക്കാരൻ നമ്മളെ പറ്റിച്ച പോലെ ആരും പറ്റിച്ചിട്ടില്ല. വെരി ബാഡ് ബോയ്. എല്ലാവരും അക്കാര്യത്തിൽ എതിരാണ്. ഇനി വേറെ ഒന്നുമില്ല. നമ്മൾ ആ കുതിരക്കാരനെ കണ്ടു. അയാൾ പറഞ്ഞു ടിപ്പ് വരുവാണെങ്കിൽ വേറെ കൊണ്ടുപോകാന്ന്. ടിപ്പല്ല, തേങ്ങ കൊടുക്കും. ഇനി നമുക്കിത് മതി കാലം.
എന്നെല്ലാവരും തീരുമാനിച്ചു. ഇവിടെ ഫോട്ടോ മാക്സിമം എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അവിടെ ഫോട്ടോ എടുക്കുന്നു. ഏകദേശം ഇവിടെ എന്തോ കണ്ടുപിടിച്ചിട്ട് നമ്മളെ വിളിക്കുന്നു. എന്താന്ന് നോക്കാം. കുതിരമൂത്രമാണോ? ഇത് തന്നെ അവന് ചോദിച്ചേ. അല്ല വേറെ കുതിര അല്ല, ഇത് അരുവിയതൊക്കെ പക്ഷേ വൃത്തിയായിട്ട വെള്ളം കണ്ട. സൈഡ് മൊത്തം ചെളി ചാണകമൊക്കെയാ. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. നമ്മളിതോ ആ അറ്റത്തുനിന്ന് നടന്നു ഇവിടെ വരുന്നു കേട്ടോ.